ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. ആത്മോപദേശ ശതകം മന്ത്രം 23. അപരനു വേണ്ടിയ നിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണനതോ മുഖനായി കിടന്നു ചെയ്യുന്ന ഭജയകർമ്മം അവനു വേണ്ടി മാത്രം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ആത്മോപദേശ ശതകം മന്ത്രം 23. കൃപാലുവായിട്ടുള്ളവൻ മറ്റുള്ളവർക്കു വേണ്ടി പകലും രാത്രിയും എന്ന വ്യത്യാസമില്ലാതെ ഒട്ടും കൃപണത കൂടാതെ പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കും. കൃപണനാകട്ടെ താഴേക്കിടയിലുള്ള മൂല്യങ്ങളിൽ മാത്രം കണ്ണുവെച്ചുകൊണ്ട് താഴെ കിടന്ന് തനിക്കു വേണ്ടി മാത്രമുള്ളതും തോൽവി മാത്രം ഉണ്ടാകുന്നതുമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. കൃപ തികച്ചും ദൈവികമായ ഒരു ഗുണമാണ്. സഹജീവികളിലും തൻ്റെ ജീവന്റെ തുടിപ്പുകൾ തൊട്ടറിയുന്നവനാണ് കൃപാലു. കൃപാലു എന്തു ചെയ്യുമ്പോഴും അത് സർവത്തിൻ്റെയും ഹിതം മാനിച്ചാണ് ചെയ്യുക. എവിടെയെങ്കിലും വേദനയും യാതനയും കാണുമ്പോൾ കൃപാലുവിന്റെ മനം അലിയും. അവരുടെ ദുഃഖ നിവാരണത്തിനു വേണ്ടി കൃപാലു തനിക്കാവുന്നതെല്ലാം ചെയ്യുന്നു. മിക്ക മനുഷ്യരും സ്വന്തം ഭാര്യ, കുട്ടികൾ എന്ന കുടുസായ താല്പര്യങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നവരാണ്. അതിനപ്പുറത്തൊരു ലോകമുണ്ടെന്ന് അവർ ചിന്തിക്കാൻ പോലും മെനക്കെടാറില്ല. അങ്ങനെയുള്ള മനോഭാവത്തെയാണ് കൃപണത എന്ന് ഗുരുദേവൻ വിശേഷിപ്പിക്കുന്നത്. കൃപണൻ തന്റെ നേട്ടത്തിനു വേണ്ടി സഹജീവികളെയെല്ലാം ചവിട്ടിമെതിച്ച് കടന്നു പോകും. ആകെ മനുഷ്യരുടെ ആകെ നന്മയെക്കുറിച്ച് അവനൊരു വിചാരവും ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ള വിചാരമില്ലാത്തവന്റെ കർമ്മം ദുഷിതമായ കർമ്മമാണ്. അതിനെയാണ് അപജയകർമ്മം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മളിലെ കൃപണത കളയുക, കൃപാലുത്വത്തെ ഉണർത്തി വികസിപ്പിച്ചെടുക്കുക. ലോകത്തിന് സ്വസ്തി ഭവിക്കട്ടെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.